വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള റാൻഡം വേരിയബിൾസും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. സോ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണോ? അപ്പൊ മക്കളെ, നമ്മൾക്ക് 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ 11 എണ്ണം നമ്മൾ അടിപൊളിയായി തന്നെ തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്, നമ്മളെ റാൻഡം വേരിയബിൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളും. സോ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണോ? റെഡി അല്ലേ? തുടങ്ങിയാലോ? ഓക്കെ, സെറ്റ്. അപ്പം റാൻഡം വേരിയബിൾസ് എന്താണ്? നമ്മൾ ഈ റാൻഡം വേരിയബിൾസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിയണം. സോ നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. അതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. കാരണം എന്താണ്, നമുക്ക് ഇതിന്റെ റിസൾട്ട് മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റില്ല. ഞാനൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഹെഡ് മാത്രമേ വീഴുള്ളൂ അല്ലെങ്കിൽ ടെയില് മാത്രമേ വീഴുള്ളൂ. ചാൻസസ് പറയാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയില് കിട്ടാം. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴും നമുക്ക് ഉറപ്പില്ല എന്താണ് നമുക്ക് ഫൈനലി കിട്ടുക എന്നുള്ളത്. ഒന്നെങ്കിൽ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം, 6 ആയിരിക്കാം. സോ 1 തൊട്ട് 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും കിട്ടാം. കൃത്യമായിട്ട് ഇതാണ് വരിക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആൻ എക്സ്പെരിമെന്റ് ഹൂസ് ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സർട്ടനിറ്റി. അതായത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. സോ ആ കേസിലാണ് നമുക്ക് റാൻഡം വേരിയബിൾസ് വരുന്നത്. വെൻ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്, ദാറ്റ് വേരിയബിൾ ഇസ് കോൾഡ് റാൻഡം വേരിയബിൾ. സോ നമുക്കിവിടെ റാൻഡം എക്സ്പെരിമെന്റ് നടത്തി ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ആയിക്കോട്ടെ. ഈ കോയിൻ ടോസ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കാം. അതിൽ നിന്ന് ആ ഒരു സാമ്പിൾ സ്പേസിൽ നിന്നാണ് എന്ത് നമ്മൾ റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ റാൻഡം വേരിയബിൾ ഞാൻ പറയാണ് എനിക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. അതിന് റാൻഡം വേരിയബിൾ ഹെഡ് കിട്ടുകയാണെങ്കിൽ 1 എന്നും ടെയിൽ കിട്ടുകയാണെങ്കിൽ 0 എന്നും. സോ 1 കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? 0 കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? സോ ഇത്തരത്തിലാണ് നമുക്ക് റാൻഡം വേരിയബിൾസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാലോ അതെന്താണ്? റാൻഡം വേരിയബിൾ ആണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ ഈ ക്ലാസ്സിൽ ഈ 10 ആളുടെ ഹൈറ്റ് വരുന്നത് ഇത്രയാണ്, ഇപ്പൊ ഇയാളുടെ ഹൈറ്റ് വരുന്നത് 150 ആണ്, ഇനിയിപ്പോൾ കൃഷ്ണാഞ്ജലിന്റെ ഹൈറ്റ് വരുന്നത് 160 ആണ്. ഇങ്ങനെ ഒന്നും എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാം എന്താണ്? റാൻഡം ആണ്. ഒരു ക്ലാസ്സിൽ ഒരു 50 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ 50 ആൾക്കും എന്താണ് 50 ഹൈറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതെന്താണ്? ഒരു റാൻഡം വേരിയബിൾ ആണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ. ഇന്നത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ രാവിലെ ഇപ്പം ചിലപ്പം 20-25 ഡിഗ്രി ആണെങ്കിൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ 28 ഡിഗ്രി 29 ഡിഗ്രി. അതും എന്താണ്? വേരിയിങ് ആണ്. കൃത്യമായിട്ട് നമുക്കിപ്പം എനിക്ക് ഇന്നലെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നാളത്തെ കാലാവസ്ഥ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. നാളെ കൃത്യം 11 മണിക്ക് ഇത്രയായിരിക്കും ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നാളെ കൃത്യം 7 മണിക്ക് ഇത്രയായിരിക്കും ടെമ്പറേച്ചർ. നമുക്ക് അതിന്റെ ചാൻസസേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കൃത്യമായിട്ട് ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് എന്ത്? റാൻഡം എക്സ്പെരിമെന്റ്. ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത്? റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് സെറ്റാണോ? അത് സെറ്റാണോ? അങ്ങനെയാണ് അടുത്തേക്ക് പോയാലോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതേപോലെ തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് ആണെങ്കിലോ അത് എണ്ണിയെടുക്കലല്ല, അതൊരു ഇന്റർവൽ ആണ്, അതൊരു റേഞ്ച് ആണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ സെഡ് ടു ബി random variable said to be discrete random variable if it assumes finite or countably infinite number of values. കൃത്യമായിട്ട് അതായത് 10 എണ്ണം 20 എണ്ണം അങ്ങനെ കൃത്യമായിട്ടൊരു കൗണ്ട് പറയാൻ പറ്റുമെങ്കിൽ ഫൈനൈറ്റ് എന്ന് പറയും. നമ്മൾ ഡാറ്റ എന്ന് പറയും ഫൈനൈറ്റ് എന്ന് പറയും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൗണ്ടബ്ലി ഇൻഫൈനൈറ്റ്. ഇനിയിപ്പം കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് എന്താണ്? അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3 ഇതൊക്കെ എന്താണ്? ഇത് ഡിസ്ക്രീറ്റ് ആണ് എന്ന് പറയും. കാരണം എന്താ? ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, നമുക്കിതിനെ എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങളോട് പറയാണ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. എഴുതാലോ? ഈസി അല്ലേ? നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10
ഇനി ഇത് മാത്രമാണ് 1ന്റെയും 10ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ആരൊക്കെ ഉണ്ട്? 1.5 ഉണ്ട്, 2.7 ഉണ്ട്, 3.9 ഉണ്ട്. അത്തരത്തിൽ എല്ലാ ഡെസിമൽ പോയിന്റ്സ് എന്നാണ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇനി ഒന്നും വേണ്ട, 1.0001 അല്ലെങ്കിൽ 9.9999 അങ്ങനെ എന്താണ് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും നമ്പേഴ്സ് വേറെ ഉണ്ട്. അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ, അതായത് ഇത്തരത്തിൽ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഡിസ്ക്രീറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളാണ് നിങ്ങളുടെ ക്ലാസ്സിലുള്ളത്? ചിലൊരു ക്ലാസ്സിൽ 40 ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് 50 ഉണ്ടായിരിക്കും. ഇനി ഞാനൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ ക്ലാസ്സിൽ 56-60 കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. സോ അവിടെ എന്താണ്, അത് നമ്മൾക്ക് ഫൈനൈറ്റ് ആണ്, എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കുട്ടീനെ, ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? 1 2 3 4, അല്ലാണ്ട് 5:45, 6:30, 7:15 എന്നൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യില്ലല്ലോ. ഓരോരുത്തർക്കും എന്താണ് കൃത്യമായിട്ട് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇനി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹു വിസിറ്റ് ബാങ്ക് ഡ്യൂറിങ് ആൻ അവർ. ഒരു മണിക്കൂറിൽ ബാങ്കിൽ എത്ര ആൾക്കാർ വന്നു പോകും? അത് എന്താണ് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. സോ അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഒരു ദിവസം, ഒരു മണിക്കൂറിൽ എത്ര ആൾക്കാരാണ് ബാങ്കിൽ വന്നു പോകാന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് ഡാറ്റ ആയിരിക്കും. കാരണം അത് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, കൗണ്ടബിൾ ആണ്. എത്ര ആൾക്കാർ വന്നു പോയി എന്നുള്ളത് എന്താണ് നമുക്ക് എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. വലിയ ലാർജ് ഡാറ്റ ആയിരിക്കും, അതായത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്താണ് നമുക്ക് എണ്ണിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി 1000 ആൾക്കാർ വന്നാലോ 2000 ആൾക്കാർ വന്നാലോ ഒക്കെ എന്താണ് നമുക്കത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കൗണ്ടബിളി ഇൻഫൈനൈറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനുശേഷമാണ് ഇത് കണ്ടിന്യൂസിന്റെ കേസിലുള്ള നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോബബിലിറ്റി ആണ് എന്ത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം പറഞ്ഞു. അപ്പോൾ +1 A ക്ലാസ്സിൽ ചിലപ്പം 50 കുട്ടികളുണ്ടാവും, B ക്ലാസ്സിൽ 30 കുട്ടികളായിരിക്കാം, ഇനി C ക്ലാസ്സിലാണെങ്കിൽ 51 കുട്ടികളായിരിക്കാം. സോ ഇത്തരത്തിൽ നമ്മൾ റാൻഡം വേരിയബിൾസും അതൊക്കെ അറിയാനുള്ള അവരുടെ പ്രോബബിലിറ്റിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതാണ് എന്ത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ X is a discrete random variable taking distinct values x1, x2, etc., x3, xn with probabilities p of x1, p of x2, etc., p of xn. സോ ഇതാണ് എന്ത്, നമ്മളെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയോ? യെസ്, അതെന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എനിക്ക് എൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം, ഈ കാണുന്ന പ്രോബബിലിറ്റീസ് എല്ലാം എന്താണ്, ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, സിഗ്മ പി ഓഫ് എക്സ് എന്താണ്, അത് ഈക്വൽ ടു 1 ആയിരിക്കണം. സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് ഈ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പം എനിക്ക് ഫൈനലി ഇതിൻ്റെ ആൻസർ വരേണ്ട എത്രയാണ്, 1 ആണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത്. അത്രയേ ഉള്ളൂ. സോ ഒരു ഫംഗ്ഷൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ, അത് എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സാമിന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. സോ നമ്മൾ അത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, ഈ പ്രോബബിലിറ്റീസ് എല്ലാം എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 0-നേക്കാളും വലിയൊരാളായിരിക്കണം. ഇനി ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 1 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. സോ നമ്മൾ പ്രോപ്പർട്ടീസ് ആദ്യത്തെ 2 നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് PMF ആണോ അല്ലയോ. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. സോ ഈ 2 കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് കാരണം ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ പറയുന്നത് നമുക്കിപ്പം ഒരു B എന്നുള്ള ഒരു വാല്യൂ എൻ്റെയും സിൻ്റെ ഇടയിൽ, ഇപ്പം 1-ൻ്റെയും 5-ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5-നെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇങ്ങനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് x1 പ്ലസ് x2, അത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി ഓഫ് x1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് x2. ഇങ്ങനെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും.
സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇതൊരു PMF ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ കാണാം ഒരാൾ എന്താണ് ലെസ് ദാൻ 0 ആണ്. നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്നതാണ് ഫ്ലോപ്പ് ആയി പോയി. ഇവിടെ എന്താണ് -0.6 വന്നു. സോ ഈ ഒരു കണ്ടീഷൻ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ -0.6 വന്നതുകൊണ്ട് തന്നെ is present. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, this is not a PMF. This is not a PMF. സോ ഇതൊരു PMF അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്, പ്രോബിലിറ്റി എന്താണ് അത് 0-നെക്കാട്ടും ചെറിയൊരു വാല്യൂ വന്നു. അപ്പൊ തന്നെ എന്താണ് സംഭവം തീർന്നു. അവിടെ നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും PMF അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ എന്താണ്, അത് ആഡ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളുടെ ക്ലാസിഫിക്കേഷന്റെ കേസിലൊക്കെ ഒജേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കാണാറുണ്ടായിരുന്നു. അവിടെ ചെയ്യാറുള്ള എന്തായിരുന്നു, ഓരോ ഫ്രീക്വൻസി എന്താണ് നമ്മൾ ആഡ് ചെയ്ത് പോകും. ഇവിടെ ഫ്രീക്വൻസി അല്ല ആഡ് ചെയ്യുന്നത്, പകരം എന്താണ് പ്രോബബിലിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം f(1) എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി പ്രോബിലിറ്റി ഓഫ് ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറയുമ്പോൾ ആര് വരും, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരും. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വരും. സോ ഇത്തരത്തിൽ എന്താണ് ആഡ് ചെയ്ത് പോകുന്നതാണ് എന്ത് എൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് മാത്രമല്ല, നമ്മളിതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുകൂടെ നമ്മളിതിനെ വിശേഷിപ്പിക്കാറുണ്ട്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. f(x) is greater than or equal to 0. എങ്ങനെയാ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അല്ലാണ്ടിരിക്കുക? നമുക്കറിയാം പ്രോബബിലിറ്റീസ് എല്ലാം എന്താണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് f(x) എന്ന് പറയുന്നത്. പ്രോബബിലിറ്റീസ് എല്ലാം എന്താണ് പോസിറ്റീവ് ആണ്. ഇതെല്ലാം എന്താണ് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, വീണ്ടും കിട്ടുന്നത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. സോ ഇതാണ് എന്ത് f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി. ഇനി f(x) ഇസ് നോൺ ഡിക്രീസിങ്. നോൺ ഡിക്രീസിങ് എന്ന് വെച്ചാൽ എന്താണ്, പോസിറ്റീവ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് പോവല്ലേ, 3 + 2 + 7 ഇത്തരത്തിൽ എന്താണ് ഈ വാല്യൂസ് എന്താണ് കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത്. എല്ലാം എന്താണ് പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പിന്നെയും നമുക്കത് വലിയ വാല്യൂസ് ആയിരിക്കും കിട്ടുക, അല്ലാതെ അത് ഡിക്രീസ് ആയി പോവില്ല. f(x) is continuous to right. യൂഷ്വലി നമ്മളൊരു റിയൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളെ നെഗറ്റീവ് വാല്യൂസും റൈറ്റ് സൈഡിലല്ലേ നമ്മളെ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടായിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ f(x) നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് ടു റൈറ്റ് ആണ്. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് എവിടെയാണ് പോകുന്നത്, അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് അത് മൂവ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോടാ, ഇത് ക്ലിയർ ആണോ, ഇത്രയും ക്ലിയർ ആണോ, സെറ്റ് ആണോ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോയാലോ. f(-∞) is equal to 0 ആൻഡ് f(∞) എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, നമ്മളെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് 0 ആയിരിക്കും. അതേപോലെ തന്നെ അതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് 1 ആയിരിക്കും. ആൻഡ് പ്രോബിലിറ്റി ഓഫ് a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് പറയുന്നതിനെ നമുക്ക് f(b) - f(a) ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഗ്രാഫ് ഓഫ് f(x) ഇസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്പ്. അതായത് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇത്തരത്തിലാണ് എന്ത് സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് നമ്മുടെ f(x)ന്റെ ഗ്രാഫ് ഉണ്ടായിരിക്കാം. ഇത്രയാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സസ്. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് x/20 ആണ്. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, 2, 4, 6, 8. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 ആണ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, 6 ഇൻക്ലൂഡഡ് അല്ല. 6ന്റെ താഴെയുള്ള ആൾക്കാരുടെ പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 6ന്റെ താഴെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, 2, അതേപോലെ തന്നെ ആരാണ്, 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര ആൻസർ വരുന്നത്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ, എത്രയായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഇവിടെ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഏതൊക്കെയാണ്, x is equal to 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x is equal to 4. ഇവിടെ നമ്മൾ പ്രോബിലിറ്റി എന്താണ്, x/20 ആണ്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ് വാല്യൂസ് ഉണ്ട്, അതുപോലെ p(x) ഉണ്ട്.
2, 4, 6, 8. ഓക്കെ, സോ എക്സ് പി ഓഫ് എക്സ്, എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 2, 4, 6, 8. ഇതാണെന്ത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ഇനി പി ഓഫ് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? x/20 ആണെന്ത് പി ഓഫ് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. x/20 എന്ന് പറയുമ്പോൾ ഇവിടെ x 2 വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തായിരിക്കും കിട്ടുക? ഇത് നമുക്ക് കിട്ടുന്നത് 2/20 ആയിരിക്കും. ഇനി എക്സിന് 4 ആണെങ്കിലോ 4/20. എക്സിന് 6 കൊടുക്കുമ്പോൾ 6/20. എക്സിന് 8 കൊടുത്താലോ? എക്സിന് 8 കൊടുത്തു കഴിഞ്ഞാൽ 8/20. ഇതാണ് എന്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് പ്രോബിലിറ്റീസ് എന്താണ് ആഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ, ഈസി. സോ 2/20 പ്ലസ് 4/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/20 എന്നായിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുക. എത്രയാണ്? 6/20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8. ഇതെന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ഇവിടെ 2ന്റെയും 8ന്റെയും ഇടയിലുള്ള ആൾക്കാരുടെ പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 2ന്റെയും 8ന്റെ ഇടയിൽ ഇവിടെ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 4 ഉണ്ട്, അതേപോലെ തന്നെയാണ് 6 ഉണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരുമ്പോൾ എത്ര? 4/20. 6 വരുമ്പോഴോ 6/20. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/20 പ്ലസ് 6/20 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10/20. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7. 7 ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇവിടെ 7 നിങ്ങൾക്ക് കാണുന്നുണ്ടോ? 2, 4, 6, 8 മാത്രമേ ഉള്ളൂ. 7 നമ്മളുടെ കയ്യിലില്ല. ഇല്ലാത്തൊരു നമ്പറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഇല്ലാത്തൊരു നമ്പറിനെ പറ്റി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? അതിനാണല്ലോ ഇവിടെ അടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത് 0 അതർവൈസ്. ഇതിലില്ലാത്തൊരാളെ ചോദിക്കുകയാണെങ്കിൽ 0 ആണ് ഉത്തരം എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇവിടെ ഇല്ലാത്ത ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 0. പ്രോബിലിറ്റി ഓഫ് ഇംപോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണ്. ലാസ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എന്ത് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 2, 4, 6, 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇവിടെ 2ന് താഴെയുള്ള വാല്യൂസ് ഒന്നും നമ്മളുടെ കയ്യിലില്ല. സോ അതൊക്കെ 0 ആണ്. സോ ഇവിടെ നമുക്ക് ആകെ ഉള്ളത് ആരാണ്? എക്സ് ഇസ് ഈക്വൽ ടു 2 മാത്രമാണത് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് പ്രോബിലിറ്റി വരുന്നത്? 2/20 ആണ്. സോ 2/20 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാലോ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. 4ന്റെ താഴെ ഒരാളുണ്ട്, ആരാണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഉണ്ട്. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ആരും കൂടെ വരും? ആരും കൂടി ഉണ്ടായിരിക്കും? അത് 4ഉം കൂടി ഉണ്ടായിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 കിട്ടി. ഇനി ദിസ് ഇസ് ഈക്വൽ ടു 2/20 പ്ലസ് 4/20 ദാറ്റ് ഇസ് ഈക്വൽ ടു 6/20 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 6 നോക്കിയാലോ. എഫ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് 6ന് താഴെ ആരൊക്കെ ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. സോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 6 നമുക്ക് ഇവിടെ ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 6. എന്ത് ആൻസർ കിട്ടും? 2/20 പ്ലസ് 4/20 പ്ലസ് 6/20. അതാണല്ലോ നമ്മളുടെ ഇവിടെ പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് 2, 4, 6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 12/20 എന്നാണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് നമ്മളുടെ പ്രോബിലിറ്റി ഓഫ് ഇവിടെ എക്സിന് എന്താണ്? ഇനി 8 എന്നാണ് വാല്യൂ കിട്ടുന്നെങ്കിലോ 8 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. എല്ലാ വാല്യൂസും വരാൻ വേണ്ടി പോകണം. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, ഈക്വൽ ടു ഉള്ളത് കൊണ്ട് എന്താ 8 ഇവിടെ ഉണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8. ഇത്രയാണ് നമ്മൾ പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു
2/20 plus 4/20 plus 6/20 plus 8/20. ഇവിടെ ആൻസർ വരുന്നത് 20/20 എന്നാണ്. അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. നമുക്കിതിനെ ഒരു ടേബിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സും എഫ് ഓഫ് എക്സും എന്താണ്? എക്സും എഫ് ഓഫ് എക്സും. എക്സ് എഫ് ഓഫ് എക്സ് വാല്യൂസ് എന്തൊക്കെയാണ്? വാല്യൂസ് എന്തൊക്കെയാണ് വരിക? ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട് ആൻഡ് 8 ഉണ്ട്. 4, 6, 8. സോ ഇവിടെ എക്സ് ഉണ്ട്, അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഉണ്ട്. എക്സിന്റെ വാല്യൂസ് എന്താ? 2, 4, 6, 8. 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2/20 ആണ്. എത്രയാണത്? 2/20 ആണ്. ഇനി 4 ആണെങ്കിലോ 4 + 2, അപ്പം ഇവിടെ 6/20. ഇവിടെ പിന്നെ ഇനി വരുന്ന വാല്യൂ എന്താണ്? 6/20 ആണ് അടുത്ത പ്രോബിലിറ്റി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 12/20 പ്ലസ് എന്താണ്? ഇവിടെ 8 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 20/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. നമ്മളെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ അഥവാ മീൻ വാല്യൂ. മീൻ കാണുന്നതിന് ഈ ഇ ഓഫ് എക്സ് എന്നല്ല, നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണ് പറയാ. അത് ഡിസ്ക്രീറ്റിന്റെ കേസിൽ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിലോ ഇനെ ഒന്ന് വലിച്ച് നീട്ടിയാൽ മതി. സോ നമുക്ക് ഇവിടെ എസ് കിട്ടും. എക്സ് പി ഓഫ് എക്സ് ഇന്റഗ്രൽ ആണ് എന്ത്? കണ്ടിന്യൂസിന്റെ കേസിൽ വരാം. ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. എവിടെ? എലിമെന്ററി കാൽക്കുലസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പി ഓഫ് എക്സ്. ഇതാണ് നമ്മളുടെ മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നമുക്ക് വേരിയൻസിന്റെ കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് പഠിക്കാം. സോ വേരിയൻസ് എന്ന് പറയുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നൊരാൾ വന്നിട്ടുണ്ട് അല്ലേ? സോ അതെന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആണ് എന്ത്? നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ അകത്ത് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്താ? എക്സ് സ്ക്വയർ. ഇനി അകത്ത് എക്സ് ആണ് വരുന്നെങ്കിലും ഇവിടെ എന്താ? എക്സ് തന്നെ ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ വേരിയൻസിന്റെ പ്രോപ്പർട്ടി, വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അത് എ തന്നെയാണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ്, എ എന്ന് വെച്ചാൽ എന്താണ്? എനി കോൺസ്റ്റന്റ്. ഇപ്പോൾ 5ഓ 6ഓ 7ഓ ഇനി എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ലെറ്റർ തന്നെ ആണെങ്കിൽ പോലും അതൊക്കെ അത് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എക്സ്പെക്ടേഷൻ ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. ഇനി അതിന് പകരം എക്സ്പെക്ടേഷൻ ഓഫ് 5x എന്നാണ് കിട്ടുന്നെങ്കിലോ അപ്പം എന്തായിരിക്കും? 5 × എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അങ്ങനെയാണ് നമ്മൾ എഴുതുക. അത്രയേ ഉള്ളൂ. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് 5 + x, അങ്ങനെയാണെങ്കിൽ 5 + എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നായിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് 5x + 6, അങ്ങനെയാണെങ്കിലോ 5 × എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് + 6. സോ ആ തന്നിരിക്കുന്ന കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുന്നു, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണുന്നു. ഇനി കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ അതിന് അങ്ങനെ എടുത്ത് എഴുതുന്നു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് + 5, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇവിടെയും വേരിയൻസിലും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് + 5 അകത്ത് പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? പുറത്തും പ്ലസ് തന്നെയായിരിക്കും കിട്ടുക. അതായത് അകത്ത് ഇപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് + y എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് + എക്സ്പെക്ടേഷൻ ഓഫ് y ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് - y എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് - എക്സ്പെക്ടേഷൻ ഓഫ് y ആയിരിക്കും. ഇതാണ് എന്ത്? നമ്മളുടെ ഇക്വേഷൻസ് വരുന്നത്. അകത്ത് പ്ലസ് ആണെങ്കിൽ പുറത്തും പ്ലസ് തന്നെ, അകത്ത് മൈനസ് ആണെങ്കിൽ പുറത്തും മൈനസ് തന്നെ. അതാണ് എന്ത്? എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി. പക്ഷെ വേരിയൻസിന്റെ കേസിൽ വേരിയൻസ് ഫുള്ള് പോസിറ്റീവ് വൈബാണ്. അകത്ത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പ്ലസ് മൈനസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പുറത്തേക്ക് എത്തുമ്പോൾ ആള് ഫുൾ പോസിറ്റീവ് വൈബാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് + y ആണെങ്കിലും വേരിയൻസ് ഓഫ് എക്സ് - y ആണെങ്കിലും ഉത്തരം എന്ത് തന്നെയാണ്? വേരിയൻസ് ഓഫ് എക്സ് + വേരിയൻസ് ഓഫ് y എന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷന്റെ കേസിൽ എന്തായിരുന്നു? ആ കോൺസ്റ്റന്റ് വാല്യൂ തന്നെ കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് 5 എന്ന് പറയുന്നത് 5 തന്നെ കിട്ടി. പക്ഷെ ഇവിടെ വേരിയൻസ് ആണെങ്കിലോ വേരിയൻസ് ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 എന്നായിരിക്കും കിട്ടുക. ഇനി വേരിയൻസ് ഓഫ് 5x ആണെങ്കിൽ നേരത്തെ കേസിൽ എന്തായിരുന്നു? 5 × എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ അതിന്റെ സ്ക്വയർ വാല്യൂ കാണണം. ദാറ്റ് ഈസ് 5² വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വേരിയൻസ് ഓഫ് എക്സ്. ഇനി നെക്സ്റ്റ് പിന്നെ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ
വേരിയൻസ് ഓഫ് 5x പ്ലസ് 4 എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 5 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് 0 എന്നായിരിക്കും കിട്ടുക. പ്ലസ് 0 കാരണം 4 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ അതില്ല, ആ ഒരു ടേം പോയി. ആകെ a സ്ക്വയർ v ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. സോ 5 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വേരിയൻസ് ഓഫ് എക്സ് എന്നായിരിക്കും എന്ത് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇത്രയുള്ള നമ്മളെ വേരിയൻസും മീനെന്നും ഉള്ള പ്രോപ്പർട്ടീസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്ന വേരിയൻസ് ഓഫ് 2x പ്ലസ് 4 ആണ്. ഇത് ഏത് ഫോമിലാണ്? വേരിയൻസ് ഓഫ് ax പ്ലസ് b എന്നുള്ള ഫോമിലല്ലേ. എങ്ങനെ ഇക്വേഷൻ? a സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണല്ലോ. b എന്താണ്? 0 ആയിപ്പോയി, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ax എന്ന് പറഞ്ഞാൽ എന്താണ്? അത് a സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് എത്രയാണ് തന്നിട്ടുണ്ട്? 4 ആണ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഇത് വേരിയൻസിന് പകരം എക്സ്പെക്ടേഷൻ ആയിരുന്നെങ്കിലോ, ഇത് വേരിയൻസിന് പകരം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നായിരുന്നെങ്കിലോ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് 2x പ്ലസ് 4 നമുക്ക് എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 4. കോൺസ്റ്റന്റ് അങ്ങനെ എഴുതി, ബാക്കിയുള്ള ആളെ ഇവിടെയുള്ള ആളെ എന്താക്കി? 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാണ്? അത് 4 ആണ്. പ്ലസ് 4 ഇൻറ്റു 2 അത് എത്രയാണ്? 8 ആണ്. 8 പ്ലസ് 4 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. സോ എക്സ്പെക്ടേഷൻ്റെ കേസ് ചോദിച്ചാലും വേരിയൻസിൻ്റെ കേസ് ചോദിച്ചാലും ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്താണ് നമ്മളെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിട്ടല്ല, പകരം എങ്ങനെയാണ് നമുക്കൊരു റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആയിരിക്കും ഉണ്ടാവുക. റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ അസ്യൂം എനി വാല്യൂ കണ്ടെയ്ൻ ഇൻ 1 or more ഇന്റർവെൽസ്. ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഇൻ 1 or more ഇന്റർവെൽസ്. ഒരു റേഞ്ച് ആയിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒന്നിൻ്റെയും 2ൻ്റെ ഇടയിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയാം? ഇപ്പം ചെറിയ മക്കളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും അതിനിടയിൽ നമ്പർ ഒന്നും ഇല്ല എന്ന് പറയായിരിക്കും. കാരണം ഇപ്പം 1ൻ്റെയും 3ൻ്റെ ഇടയിലുള്ള നമ്പർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അവർ 2 എന്നായിരിക്കും എഴുതുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം 1ൻ്റെയും 2ൻ്റെ ഇടയിൽ എന്താ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും നമ്പേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? 1.5, 1.7, 1.8, 1.999 അല്ലെങ്കിൽ 1.99, 1.9 ഇങ്ങനെ എന്താണ് എനിക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പേഴ്സ് എനിക്ക് എന്താണ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിലൊരു റേഞ്ചാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മളെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പം ലെങ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഡ്രസ്സിന് നമ്മൾ തുണി എടുക്കാൻ വേണ്ടി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ലെങ്ത് പറയാം? 1.5 മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ, 1.25 മീറ്റർ. സോ അതൊക്കെ എന്താണ് കൃത്യമായിട്ട് 1, 2, 3 ഹോൾ നമ്പേഴ്സ് അല്ല, പകരം എന്താണ് അവിടെ ക്വാർട്ടറും ഹാഫും എല്ലാം വരുന്നുണ്ട്. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിലോ, വെയിറ്റ് ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ 25.8 ആയിരിക്കാം, അല്ലെങ്കിൽ 89.7 ആയിരിക്കാം, അല്ലെങ്കിൽ 45.5 ആയിരിക്കാം. ഇത്തരത്തിൽ ഏത് ഡെസിമൽ പോയിന്റിൽ വേണമെങ്കിലും എന്താണ് വെയിറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ അതെന്താണ് ഒരു റേഞ്ചിൻ്റെ അകത്താണ് ഉള്ളത് അല്ലേ. ഇനി ടെമ്പറേച്ചർ ആണെങ്കിലോ അതും എങ്ങനെയാണ്? 29.08 ഡിഗ്രി അല്ലെങ്കിൽ 27.5 ഡിഗ്രി. ഇങ്ങനെ ഇത്തരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ എക്സാമ്പിൾ ആണ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഈ ഷെയ്ഡഡ് ഏരിയ, ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്റഗ്രേഷൻ വഴിയാണ്. ഇന്റഗ്രേഷൻ നമുക്ക് അറിയാലോ, നമ്മൾ എലമെന്ററി കാൽക്കുലേഷനിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇഫ് റാൻഡം വേരിയബിൾ ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ അതിനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. ഈ നെക്സ്റ്റ് ദി ഇക്വേഷൻ യൂസ് ടു ഡിസ്ക്രൈബ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസിൽ എന്തായിരുന്നു? ഡിസ്ക്രീറ്റിന്റെ കേസിൽ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നായിരുന്നു. കണ്ടിന്യൂസിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? കണ്ടിന്യൂസിന്റെ കേസിൽ നമുക്ക് വരുന്നത്
പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിക്കും. സോ ഇവിടെ PMF ഇതാണെന്ത്, നമ്മുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെന്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ഇവിടെ കണ്ടിന്യൂസിന്റെ കേസിൽ എന്താണ്, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയപ്പോൾ എന്തായിരുന്നു, പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്നൊക്കെ ആയിരുന്നു. നമ്മൾ പി ഓഫ് എക്സിന്റെ വാല്യൂസ് ആഡ് ചെയ്യലായിരുന്നു. ഇവിടെ കണ്ടിന്യൂസിന്റെ കേസിലായപ്പോൾ എന്തായി, പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മളെ PDF അഥവാ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്? നമ്മളെ PMF ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ 2 പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രോബിലിറ്റീസും എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. സിഗ്മ പി ഓഫ് എക്സ് എന്താണ്, 1 ആയിരിക്കണം. സെയിം സാധനം തന്നെ ഇവിടെ ഉള്ളത്, സെയിം സംഭവം തന്നെയല്ലേ. എഫ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എഫ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് 1 ആയിരിക്കണം. ഈ ഇന്റഗ്രൽ ആ ഹോൾ ഫ്രീക്വൻസീസ് എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് 1 കിട്ടണം. ഈ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാതെ എന്താണ്, അതൊരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് പറയും. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. അത് വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ എ ലെസ് ദാൻ ഈക്വൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ബി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി എൻ്റെയും സിൻ്റെയും ഇടയിലുള്ള ഒരാളാണ് ബി എങ്കിൽ, അതായത് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി, എൻ്റെയും സിൻ്റെ ഇടയിലാണ് എന്ത്, ബി എന്നുള്ളൊരു വാല്യൂ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ പ്രോപ്പർട്ടി എന്താണ്, നമ്മൾ PMF പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെയും സിൻ്റെ ഇടയിൽ ഒരു ബി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വേ ഇവിടെ എന്താണ്, നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പം എങ്ങനെ എഴുതും, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണെന്ത് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഏത് കേസിൽ എൻ്റെയും സിൻ്റെയും ഇടയിലായിരിക്കണം എന്ത്, ബി എന്നുള്ള വാല്യൂ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു PDF ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/8 ആണ്. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. സോ ഇവിടെ കാണേണ്ടതാണ് എന്താണ്, പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അങ്ങനെയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണല്ലോ നമ്മൾക്ക് കാണേണ്ട ഇക്വേഷൻ, ഇതാണല്ലോ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ എന്തായിരിക്കും വരിക, എ എന്ന സ്ഥലത്ത് എന്താ 2 ആണ്. 2 മുതൽ 5 വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ 2 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 2 to 5 എഫ് ഓഫ് എക്സ് വരുന്ന എത്രയാണ്, 1/8 ആണ്. സോ 1/8 ഡി എക്സ് that is equal to 1/8 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ 2 to 5 1 dx. ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എന്താണ്, അത് എക്സ് പ്ലസ് സി ആണെന്ന് അറിയാലോ. ഇനി ഇവിടെ എന്താണ്, ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് എന്താ, പ്ലസ് സി എന്നുള്ള കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/8. 1 ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, എക്സ് എന്നായിരിക്കും കിട്ടുക. ഇൻ ദ റേഞ്ച് ഏതാണ്, 2 to 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 into 5 minus 2, that is equal to 3/8. ആദ്യം നമ്മൾ ആദ്യത്തെ മുകളിലുള്ള അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ആൻസർ ഇവിടെ വരുന്ന എത്രയാണ്, 3/8 ആണ്. ആൻസർ കിട്ടിയിട്ടുണ്ടോ? സെറ്റ് അല്ലേ? സോ ക്ലിയർ അല്ലേ ഈ പ്രോബ്ലം? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മീനും വേരിയൻസ് ഒക്കെ കാണാൻ വേണ്ടിയുണ്ട്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കേസിൽ ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓവർ -∞ to ∞ വിത്ത് PDF എഫ് ഓഫ് എക്സ്. സോ ഇവിടെ PDF എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ
നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ. രണ്ട് കേസിൽ എന്താണ്, ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും ഇവിടെ വരുന്ന സെയിം ഇക്വേഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ. ഏത് കേസിൽ? നമ്മളെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. ഇത് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്. അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്താണ്? 1ന്റെയും 0ന്റെയും ഇടയിലായിരിക്കും ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ വാല്യൂ 0 ആണ്, ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഇസ് നോൺ ഡിക്രീസിങ്. എന്തായാലും ഡിക്രീസ് ചെയ്ത് പോലല്ലോ. കാരണം എന്താണ്, നമ്മൾ പ്രോബിലിറ്റീസ് ആഡ് ചെയ്താണ് പോകുന്നത്, ക്യുമുലേറ്റീവ് ആണ്. ഇതെല്ലാം എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ പോസിറ്റീവ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുക. സോ ഇവരെല്ലാവരും എന്താണ്, ഗ്രേറ്റർ ദാൻ, നോൺ ഡിക്രീസിങ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് കണ്ടിന്യൂസ് ടു റൈറ്റ്. ആ പ്രോപ്പർട്ടി എന്താ, നേരത്തെ പഠിച്ചാണ്, അത് പോസിറ്റീവ് ആണ്. സോ അത് മൂവ് ചെയ്യുന്ന എങ്ങോട്ടാ? റൈറ്റ് സൈഡിലേക്കായിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക. ഇനി പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും, വേർ എ ഇസ് ലെസ് ദാൻ ബി. അപ്പം വലിയ ആളിൽ നിന്ന് നമുക്കെന്താ, ചെറിയ ആളെ മൈനസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചില കൊല്ലം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇഫ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്, എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്, നമ്മളെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഇത് ക്ലിയർ ആണോ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. സോ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. സോ ഇത് നേരെ തിരിച്ചിട്ടുന്നുള്ളൂ. ഇന്റഗ്രൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, ഡിഫറൻഷ്യൽ ആവും, അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3/2 എക്സ് സ്ക്വയർ ആണ്. ആൻഡ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 0 അതർവൈസ്. സോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ PDF കാണാനാണ്, ഇതിന്റെ CDF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. സോ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇവിടെ എക്സ് ലെസ് ദാൻ -1 ആണ് കാണാൻ വേണ്ടി പോകുന്നത്. എക്സ് ലെസ് ദാൻ -1. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ എന്തായിരിക്കും? ഇന്റഗ്രൽ ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണല്ലോ നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇനി ലെസ് ദാൻ -1 എന്ന് പറയുമ്പോൾ -1നെക്കാട്ടും ചെറുതാണ് എന്ത്? എക്സിന്റെ വാല്യൂ. അപ്പോൾ നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? -∞ ടു -1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം -1ന്റെയും 1ന്റെ ഇടയിൽ മാത്രമാണ് എന്ത്? നമുക്ക് 3/2 എക്സ് സ്ക്വയർ വരുന്നത്. അല്ലാത്ത കേസിലൊക്കെ എന്താണ്? 0 ആണ്. അതായത് എക്സ് ലെസ് ദാൻ -1ന്റെ താഴെയും 1നെക്കാട്ടും മുകളിലും അവിടെ നമുക്ക് എന്തായിരിക്കും? 0 എന്നായിരിക്കും വാല്യൂ കിട്ടുക. സോ എക്സ് ലെസ് ദാൻ -1ന്റെ കേസിൽ നമുക്ക് കിട്ടി 0 ആണ്. അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിലും അവിടെ നമുക്ക് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും കിട്ടുക. എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ ഈ -∞ ടു -1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് പിന്നെ എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് വരിക ഇന്റഗ്രൽ -1 ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് ഇവിടെ ഇപ്പൊ നമ്മള് -1നെക്കാട്ടും ചെറിയൊരാളെ നോക്കി. ഇനി അടുത്ത നോക്കുന്നത് എന്താ? -1ന്റെയും 1ന്റെ ഇടയിലുള്ളതാണ് നമ്മൾ നോക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് നോക്കുന്നത് -1ന്റെയും 1ന്റെയും ഇടയിൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ എവിടെ നിന്നായിരിക്കും? -∞ തൊട്ട് 1 വരെയുള്ള എക്സ് വരെ ഉള്ളതായിരിക്കും നമുക്ക് നോക്കാം. സോ ദിസ് ഈക്വൽ ഇന്റഗ്രൽ -∞ ടു -1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ -1 to x f of x dx. സോ നമുക്ക് ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? ദിസ് ഈസ് ഈക്വൽ ടു
ഇന്റഗ്രൽ ഇത് നമുക്കറിയാം എന്താണ് 0 ആണല്ലോ വരുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടി 0 ആണ്. പ്ലസ് ഇന്റഗ്രൽ -1 to x f of x എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് 3/2 x സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 3/2 x സ്ക്വയർ dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആൻസർ വരുന്നത് എന്താണ് 3/2 x സ്ക്വയർ ഇന്റഗ്രൽ -1 to x dx. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് വരിക x⁻n+1/n+1. അപ്പോൾ 2+1/2+1 x³ എന്നായിരിക്കും കിട്ടുക. സോ 3/2 ഇൻറ്റു x³ ഏതാണ് റേഞ്ച് -1ന്റെയും എക്സിന്റെ ഇടയ്ക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ 3യും ക്യാൻസൽ ആയിപ്പോയി, സെയിം ആണല്ലോ. സോ 1/2 ഇൻറ്റു x³ -1 മൈനസ് ആ താഴെ തന്നിരിക്കുന്ന വാല്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ -1 എന്ന് കിട്ടും. സോ ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു x³ +1/2 എന്ന് കിട്ടും. x³ +1/2 എന്നാണ് നമുക്ക് -1ന്റെയും 1ന്റെ ഇടയിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഈ നെക്സ്റ്റ് കാണുന്നത് x greater than 1 ആണ്. x greater than 1 ആണ്. സോ അവിടെ നമുക്ക് വരുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to -1 f of x dx plus integral -1 to 1 f of x dx plus integral 1 to infinity f of x dx. സോ ഇവിടെ വരുന്നത് ഇത് വരില്ല, ഈ ടേം വരെ വരുള്ളൂ. കാരണം എന്താണ് ഇന്റഗ്രൽ -∞ to x f of x dx ആണ് എന്ത് നമ്മളുടെ ക്യാപിറ്റൽ f of xന്റെ ഇക്വേഷൻ. സോ ഈ ഒരു ടേം വരെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു -∞ to -1. നമുക്കറിയാം ആ ഒരു റേഞ്ചിൽ എന്താണ് ആ എക്സിനെ x=-1 കാരണം താഴെ എന്താണ് നമുക്ക് വാല്യൂസ് ഒന്നുമില്ല. അവിടെ നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. സോ അവിടെ നമുക്ക് 0 എന്ന് കിട്ടും. പ്ലസ് ഇന്റഗ്രൽ -1 to 1 f of x എന്ന് പറയുന്നത് എന്താണ് അത് 3/2 x സ്ക്വയർ ആണല്ലോ. സോ അതെന്താണ് 3/2 x സ്ക്വയർ dx. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2 പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്താണ് x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ് x³ ഏതാണ് റേഞ്ച് -1ന്റെയും ഇടയ്ക്കാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2 ഇവിടെ നമുക്ക് ഈ 3യും ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2. x³ ആദ്യം ഏത് വാല്യൂ കൊടുക്കും 1 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുക. സോ 1³ -1³ ആദ്യത്തെ അപ്പർ ലിമിറ്റ് മൈനസ് നമ്മളെ ലോവർ ലിമിറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 1 -1³ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് -1 × -1 അവിടെ ആൻസർ വരുന്നത് -1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. എത്രയാണ് -1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 1 + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് ഫൈനലി കിട്ടും. സോ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് 0 ആണ് എപ്പം x <-1 ആവുന്ന കേസിൽ. ഇനി -1 x <1 ആ ഒരു കേസിൽ നമുക്ക് എത്രയാണ് വരുന്നത് x³ +1/2 ആണ്. x³ +1/2. ഇനി ലാസ്റ്റ് x greater than 1 ആണെങ്കിലോ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് f of xന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ 0യും കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. അതിനിടയിലാണ് എന്ത് ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുക. സോ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. മീൻ എന്ന് പറയുന്നത് എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, മറ്റേതിൽ എന്താണ് സമ്മേഷൻ ആണ് സിഗ്മ x p of x എന്നായിരുന്നു. ഇവിടെ അതിന് പകരം എന്താണ് ഇന്റഗ്രൽ ആണ്. അത്രേ വ്യത്യാസമുള്ളൂ, സംഭവമൊക്കെ സെയിം തന്നെയാണ്. ഇന്റഗ്രൽ -∞ to x f of x dx. അങ്ങനെ വേരിയൻസിന്റെ ഇക്വേഷൻ അതും സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദി ഹോൾ സ്ക്വയർ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് ഇന്റഗ്രൽ -∞ to x സ്ക്വയർ f of x dx. അകത്ത് x സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്താ x സ്ക്വയർ ആണ്, അകത്ത് x ആണെങ്കിൽ ഇവിടെ എന്താ x തന്നെയാണ്. സോ ഇത്രയുള്ള നമ്മളെ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം എന്താണ് റൂട്ട് വേരിയൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കാരണം നമ്മൾ ഇനി
പോകാൻ പോകുന്നത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ്. ഇത്രയുള്ള നമ്മളെ റാൻഡം വേരിയബിൾസ് എന്നുള്ള ചാപ്റ്റർ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. അവിടെ നമുക്ക് കുറച്ച് കൺട്രോൾ ചാർട്ട്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. സോ റാൻഡം വേരിയബിൾസിന്റെ കാര്യം എങ്ങനെയാണ്, സെറ്റ് ആണോ? അവിടെ ഡിസ്ക്രീറ്റ് കേസ് ഉണ്ട്, കണ്ടിന്യൂസ് കേസ് ഉണ്ട്. ഓരോന്നിലും ഡിസ്ക്രീറ്റിലാണെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ 2 കേസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഡിസ്ക്രീറ്റ് ആണ്, മറ്റൊന്ന് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് PMF ആണ്, ഇവിടെ PDF ആണ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ and the other one is probability density function. ഇതേതാണ് probability density function ആണ്. പിന്നെ എന്തൊക്കെയാണ്, ഓരോന്നിൽ എന്താണ് നമുക്ക് മീന് കാണാനുണ്ട്, അതേപോലെ തന്നെ വേരിയൻസ് കാണാനുണ്ട്. ഡിസ്ക്രീറ്റിന്റെ കേസിൽ എങ്ങനെയായിരുന്നു മീന് കാണാൻ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആയിരുന്നു. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. അത് 2 കേസിലും വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ വേരിയൻസ് ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ വരികയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ -∞ to ∞ എക്സ് പി ഓഫ് എക്സ് ആണ്. അത് നമ്മൾ ആ റേഞ്ച് നോക്കിയിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? അത് ഇന്റഗ്രൽ -∞ to ∞ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇതായിരിക്കും എന്ത് നമുക്ക് അവിടെ ഇക്വേഷൻ വരുന്നത്. ഇത് എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇത്രയാണ് എന്ത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. പിന്നെ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്കറിയാം എങ്ങനെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. 2 കേസിലും അത് തന്നെയാണ്. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ സിഗ്മ എടുത്താൽ മതി, കണ്ടിന്യൂസ് ആകുമ്പോൾ ഇന്റഗ്രൽ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 13 ചാപ്റ്ററിന്റെ റിവിഷൻ ഇന്ന് തീരാണ്. പിന്നെ ഇനി ക്വസ്റ്റ്യൻസും ഇനി പ്രീവിയസ് ഇയറും ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മോഡൽ എക്സാമും പബ്ലിക്കും നമുക്ക് അടിപൊളിയായി തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡിയാണോ? സോ അങ്ങനെയാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ഡോക്ടർ വാൾട്ടർ എ ഷവാർട്ട് ആളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. സോ വാൾട്ടർ എ ഷവാർട്ട് ആണ് കോൾഡ് ദി ഫാദർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ്. സോ ഫാദർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് എന്ന് പറയുന്ന ആരാണ്? അത് ഡോക്ടർ വാൾട്ടർ എ ഷവാർട്ട് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ് ആൻഡ് ക്വാളിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി. ക്വാളിറ്റി മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ നമ്മൾ പറയുന്നത് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ചില ഡ്രസ്സുകൾ നമ്മൾ ചില കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കാണാം നമുക്കിപ്പോൾ 2, 3, 5 കൊല്ലം കഴിഞ്ഞാലും അത് പുതിയതുപോലെ തന്നെ ഉണ്ടാവും. അത് ഭയങ്കര ക്വാളിറ്റിയുള്ള സംഭവമായിരിക്കും. അതങ്ങനെ കീറിയ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അത് നല്ല അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് പറയും അല്ലേ? ഇത് നമ്മൾ ഫുഡ് ആയിക്കോട്ടെ നമ്മൾ പറയും അത് നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് ആണ്, അതിന് ടേസ്റ്റ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും. സോ ഇതൊക്കെ എന്താണ്? നമ്മളുടെ ഒന്ന് കസ്റ്റമേഴ്സിന്റെ വിശ്വാസം, അവരെ മുകളിലെ വിശ്വാസമാണ്. സോ കസ്റ്റമർ റിലേഷൻഷിപ്പും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഫിറ്റ്നസ് ഫോർ യൂസ്, ഉപയോഗിക്കാൻ കഴിയുന്ന സംഭവമാണ് എന്ത് നമ്മൾ ക്വാളിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി. അതായത് ക്വാളിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി. ഇപ്പൊ കമ്പനി പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും അവർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അത് നല്ല ക്വാളിറ്റിയാണ്. വേരിയബിലിറ്റി എന്നാണ് കുറവാണ്. കമ്പനി പറയുന്ന കാര്യം നമുക്ക് കിട്ടുന്ന സാധനവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ എന്താണ് നമ്മൾ പറയും അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്ന് നമ്മൾ പറയും. ഇനി കമ്പനി പറയുന്ന സംഭവം
നമുക്ക് കിട്ടുന്ന സംഭവം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിലോ, ഇപ്പൊ ചില സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കണ്ടതായിരിക്കില്ല നമുക്ക് കിട്ടുന്ന ഡ്രസ്സ്, ചില ഫോട്ടോയിൽ കണ്ടത് പോയിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സോ അത്തരത്തിൽ നമ്മളിപ്പം ഓർഡർ ചെയ്യുന്ന ഒരെണ്ണം കിട്ടുന്നത് വേറെ ഒരെണ്ണം, അങ്ങനെയാണെങ്കിൽ എന്താണ് ഭയങ്കര വേരിയേഷൻ. നമ്മൾ പറയും ക്വാളിറ്റി ഇല്ല, ആ ആപ്പ് കൊള്ളില്ല, അല്ലെങ്കിൽ ആ കമ്പനി കൊള്ളില്ല എന്ന് നമ്മൾ പറയും. ഇനി വേരിയബിലിറ്റി, നമ്മൾ പറയുന്ന അവര് നമുക്ക് പറയുന്ന സാധനം, അല്ലെങ്കിൽ അവർ തരും എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവർ വാഗ്ദാനം ചെയ്യുന്ന സംഭവം കൃത്യമായിട്ട് കിട്ടുകയാണ് നമ്മൾ പറയും. വലിയ വേരിയേഷൻ ഇല്ലാതെ കിട്ടുകയാണ് നമ്മൾ പറയും അവരെന്താണ് നല്ല ക്വാളിറ്റി ഉണ്ട്. സോ വേരിയബിലിറ്റി കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടും. ഇനി വേരിയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറഞ്ഞു വരും. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ആണ്. ഒന്ന് ചാൻസ് കോസസും മറ്റൊന്ന് അസൈനബിൾ കോസസും. ചാൻസ് കോസസ് എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അസൈനബിൾ കോസസ് എന്താണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ചാൻസ് കോസസിന്റെ മുകളിൽ മാത്രം, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഈ ചാൻസ് കോസസ് എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പം 300 ml നിറയ്ക്കേണ്ട ഒരു ജ്യൂസിന്റെ കുപ്പിയിൽ 300 ml ആയിരുന്നു നിറയ്ക്കേണ്ടത്, പക്ഷെ അവിടെ നിറച്ചിട്ടുള്ള 298 ml ആണ്. ഇനി ചിലപ്പോൾ അത് 301 ml ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻ ആണ് എന്ത്, ചാൻസ് കോസസ് എന്ന് പറയുന്നത്. ചാൻസ് കോസസ് മാത്രമാണ് ഒരു പ്രോസസ്സിൽ ചാൻസ് കോസസ് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ. ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് നമ്മൾ പറയും. ഇനി അസൈനബിൾ കോസസ് ആണുള്ളതെങ്കിലോ നമ്മൾ പറയും ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. ചാൻസ് കോസസ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിവിജ്വൽ കോസസ്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ എന്താണ് ഒരുപാട് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10 പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് ചെറിയ ചെറിയ പ്രശ്നമാണ്. അത് നമ്മളെ മൊത്തത്തിലുള്ളതിനെ അത്ര രീതിയിലൊന്നും എഫക്ട് ചെയ്യുന്നില്ല, ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അസൈനബിൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കുറച്ചുണ്ടാവുള്ളൂ, 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വരുന്ന കോസ്റ്റ് വളരെയധികം നമ്മളെ പ്രോസസ്സിനെ എഫക്ട് ചെയ്യും. വളരെ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ 1-2 പ്രശ്നമല്ലേ ഉള്ളൂ, പക്ഷെ മൊത്തത്തിൽ നമ്മളെ താളം തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 പ്രശ്നമായിരിക്കും എന്ത്, അസൈനബിൾ കോസസിൽ ഉണ്ടായിരിക്കാം. ചാൻസ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. കാരണം അത് ചിലപ്പം ഏതെങ്കിലും മെഷീൻ, നമ്മളെ വലിയ മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ജ്യൂസ് ആയിക്കോട്ടെ പാക്കേജിങ് ആയിക്കോട്ടെ ഒക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും മെഷീൻ്റെ എന്തെങ്കിലും സ്ക്രൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ ചെറിയ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അസൈനബിൾ കോസ്റ്റിൽ അങ്ങനെയല്ല. അസൈനബിൾ കോസ്റ്റിന് കാരണം വരുന്നത് ബാച്ച് ഓഫ് ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫോൾട്ടി സെറ്റപ്പ് ഓഫ് അൺട്രെയിൻ ഓപ്പറേറ്റർ. സോ ട്രെയിനിങ് ഇല്ലാത്ത ഒരാൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാണ്, അപ്പോൾ ഏതെങ്കിലും സ്വിച്ച് ഓൺ ആക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതിനെ കണക്ഷൻ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ റിസൾട്ടിൽ എന്താണ് വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ അതെന്താണ് വലിയൊരു പ്രശ്നമാണ്. ഇനി ഇവിടെ ആണെങ്കിൽ സ്ലൈറ്റ് വേരിയേഷൻ റോ മെറ്റീരിയൽ, ആ പറഞ്ഞതിൽ നിന്ന് ചെറിയതായിട്ട് ആ ക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ട്. സോ അത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് എന്ത് നമ്മളെ ചാൻസ് കോസസിൽ നടക്കുന്നത്. എനി വൺ ചാൻസ് കോസ് results in only a minute amount of variation. സോ വളരെ വളരെ ചെറിയ, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ, വളരെ ചെറിയ രീതിയിൽ മാത്രമേ ചാൻസ് കോസ്റ്റ് നമ്മളെ എഫക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അസൈനബിൾ കോസ്റ്റ് അങ്ങനെയല്ല, ലാർജ് എമൗണ്ട് ഓഫ് വേരിയേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇവിടെ മൈന്യൂട്ട് എമൗണ്ട് ആണെങ്കിൽ ഇവിടെ എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് വേരിയേഷൻ ആണെന്ത് അവിടെ സംഭവിക്കുന്നത്. സോ ചാൻസ് വേരിയേഷൻ കനോട്ട് ബി എക്കണോമിക്കലി എലിമിനേറ്റഡ് ഫ്രം ദ പ്രോസസ്. ചാൻസ് കോസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അസൈനബിൾ കോസസ് നമുക്ക് എന്താണ്, അത് ഡിറ്റക്ട് ചെയ്യാനും പറ്റും, അത് എത്രയെന്ന് മെഷർ ചെയ്യാനും വേണ്ടി പറ്റും, അത് എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. സോ അസൈനബിൾ കോസ്റ്റ് എന്താണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഹ്യൂമൻ ബീങ്സിന്റെ കൺട്രോളിലാണ് അതുള്ളത്. ചാൻസ് കോസ്റ്റ് എന്താണ് നമ്മളെ കൺട്രോളിലല്ല. ഇനി അഥവാ ചാൻസ് കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നാണെങ്കിൽ അവിടെ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ, ആ മൊത്തം മെഷീൻ എടുത്ത് മാറ്റുക, കമ്പനി തന്നെ പുതുക്കി പണിയുക എന്നുള്ളതൊക്കെ ആയിരിക്കും അവിടെ വരുന്ന സൊല്യൂഷൻ. സോ ചാൻസ് കോസസ് നമ്മൾ അത്ര രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. അസൈനബിൾ കോസസ് ആണെങ്കിൽ അത് നമ്മളെ കാര്യമായ രീതിയിൽ ബാധിക്കും. സോ എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇപ്പം ഈ പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഈ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സോ നമ്മൾ ആദ്യം എന്താണ്, നമ്മൾ ഈ നടക്കുന്ന പ്രോസസ്സ് മെഷർ ചെയ്യണം. ഇനി ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെഷീൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താണ്, വീണ്ടും പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ആ പ്രശ്നം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സോ ഇത്തരത്തിൽ പ്രശ്നം മനസ്സിലാക്കുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, അടുത്ത പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുന്നു,
അത് സോൾവ് ആക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എ മെത്തേഡ് ഓഫ് മോണിറ്ററിങ്, കൺട്രോളിങ് ആൻഡ് ഇംപ്രൂവിങ് എ പ്രോസസ്. നമ്മളത് മോണിറ്റർ ചെയ്യുന്നു, പിന്നെ കൺട്രോൾ ചെയ്യുക. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ കൺട്രോൾ ചെയ്യുന്ന വഴി അതെന്തായി, നമ്മൾ ആ ഒരു മെഷീൻ എന്താണ്, നമ്മൾ ആ പ്രോസസ്സ് എന്താണ്, ഇംപ്രൂവ് ആവും, കുറച്ചുകൂടെ നല്ല നല്ല പ്രോഡക്ട്സ് കൊടുക്കാൻ വേണ്ടി അവർക്ക് പറ്റും. So measuring the process, eliminating variances in the process to make it consistent, monitoring the process, improving the process to best target value. So പ്രശ്നം മനസ്സിലാക്കുന്നു, അത് പരിഹരിക്കുന്നു, വീണ്ടും ആ പ്രോസസ്സ് റൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണുള്ളത്, ഇതിപ്പോൾ നല്ല കൃത്യമായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ നമ്മളുടെ പ്രോഡക്റ്റിനെ ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അവിടെ മറ്റേ ISI മുദ്ര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാമല്ലോ. സോ അതൊക്കെ എന്താണ്, അത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് വരുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ആ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ ചാർട്ട്. ഇപ്പം ഞാൻ ഒരു ജ്യൂസിൻ്റെ കട നടത്തുകയാണ്. സോ ഞാൻ ജ്യൂസിൻ്റെ മെഷീൻ, ഞാൻ ജ്യൂസാണ് എൻ്റെ പ്രൊഡക്ഷൻ. അപ്പം ഞാൻ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറാണ്. സോ എൻ്റെ മെഷീനിൽ ഞാൻ രാവിലെ 10 മണിക്ക് വന്നപ്പം ഒരു 4 കുപ്പി ജ്യൂസ് എടുത്തു. 4 കുപ്പി ജ്യൂസ് എടുത്ത് ഞാൻ നോക്കുകയാണ് അവർ തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് അവർ നിറച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ജ്യൂസസ് ആണ്. ഇനി ഒരു 12 മണിയായപ്പോൾ ഞാൻ അടുത്ത ബാച്ച് എടുത്തു. 12 മണിയായപ്പോൾ ഞാൻ അടുത്തൊരു 4 കുപ്പി കൂടെ എടുത്തു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ്, രാവിലെ എനിക്ക് കിട്ടിയ അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് ഉച്ചയ്ക്കും കിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഒരു 4 മണിക്ക് ഞാൻ വീണ്ടും എടുത്ത് നോക്കുകയാണ്, അടുത്തൊരു 4 എടുത്തു. ഇനി ഞാൻ നോക്കുകയാണ്, രാവിലെ ഞാനിപ്പോൾ 10 മണിക്കും 12 മണിക്കും എടുത്ത പോലെ തന്നെയുള്ള അത്രയും ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് 4 മണിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി രാത്രി 8 മണിക്ക് ഞാൻ വീണ്ടും നോക്കുകയാണ്. സോ രാവിലെയും വൈകുന്നേരമൊക്കെ കിട്ടിയ അതേ ക്വാളിറ്റി ആണ് രാത്രിയും വരുന്നത്. സോ ഒരു ദിവസം മുഴുവൻ ഈ മെഷീൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ക്വാളിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇത്തരത്തിൽ നമ്മൾ ഈ പ്രോസസ്സിനെ എന്താണ് മോണിറ്റർ ചെയ്യും. ഓരോ സമയത്തും ഓരോ സാമ്പിൾ എടുക്കുന്നു, എന്നാൽ അതിൽ വ്യത്യാസങ്ങളുണ്ടോ നോക്കുന്നു. അതിനാണ് നമ്മളിവിടെ കൺട്രോൾ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ചാർട്ട്, also called process chart or quality control chart, is a graph that shows whether a sample of data from the process falls within the natural or normal range of variation. ഇതാണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഈ ഡോട്ട്സ്, ഈ കാണുന്ന ബ്ലാക്ക് ഡോട്ട്സ് എന്താണ്, അത് നമ്മളുടെ സാമ്പിളുകളാണ്. അതായത് ഇപ്പോൾ ഞാൻ 9 മണിക്ക് എടുത്തത്, 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, ഇത്തരത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളുകളാണ് എന്ത് ഈ ബ്ലാക്ക് ഡോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ നടുവിൽ കാണുന്ന ലൈനാണെന്ത് സെന്റർ ലൈൻ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കളർ ലൈനാണെന്ത് സെന്റർ ലൈൻ എന്ന് പറയുന്നത്. അതാണെന്ത് നമ്മളുടെ ആവറേജ്. ഈ സാമ്പിളുകളുടെ എല്ലാം ഒരു ആവറേജ് ആണത്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. സോ നമുക്കിവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. ദാറ്റ് സെപ്പറേറ്റ് ചാൻസ് കോസസ് ഫ്രം അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ. ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കുള്ളത് ചാൻസ് കോസസ് മാത്രമാണ്. ചാൻസ് കോസസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, അണ്ടർ കൺട്രോൾ ആണ്, എല്ലാം കൺട്രോളിലാണുള്ളത്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി അസൈനബിൾ കോസസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അസൈനബിൾ കോസസ് എന്ന് വെച്ചാൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇവിടേക്ക് വരികയാണെങ്കിലും അതെന്തായിരിക്കും, അത് അസൈനബിൾ കോസസ് ആയിരിക്കും. സോ എൻ്റെ സാമ്പിൾ വാല്യൂസ്, എൻ്റെ സാമ്പിൾ പോയിന്റ്സ്, ഈ പോയിന്റ്സ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ചാൻസ് കോസസ് ആണ് എന്ന് നമ്മൾ പറയും. അതെന്താണ്, ചാൻസ് കോസസ് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു സാമ്പിൾ, ഏതെങ്കിലും ഒരാളെങ്കിലും പുറത്തേക്ക് വന്നാലോ, ഇതിൻ്റെ പുറത്തേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, അസൈനബിൾ കോസ്റ്റ് ആണ്, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. എൻ്റെ പ്രോസസ്സിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഞാൻ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിലോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. The center line is reference line in the control chart which represents no variation. ഇപ്പോൾ സെൻറ്റർ ലൈനിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നോ വേരിയേഷൻ. ഇപ്പോൾ എനിക്ക് എൻ്റെ ജ്യൂസ് ബോട്ടിൽ 300 ml ആണ് നിറയ്ക്കേണ്ടത്. സോ ഏത് സമയം നോക്കിയാലും 300 ml ആണ് ഇവർ നിറയ്ക്കുന്നതെങ്കിൽ ഒരു വേരിയേഷൻ ഇല്ല, പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ മെഷീൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല, ചെറിയ വേരിയേഷൻ ഏത് കേസ് എടുത്താലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് 304 ആയിരിക്കും, അവന് 305 ml ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 298 ml ആയിട്ടുണ്ടാവും. സോ ഇത്തരത്തിൽ എന്താണ് ചെറിയ വേരിയേഷൻസ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും.
So we say that a process is out of control when a plot of data reveals that one or more samples fall outside the control limits. അതായത് ഇത്രയേ ഉള്ളൂ, ഈ സാമ്പിൾ പോയിന്റ്സ് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണെങ്കിൽ, ഇതിന് പകരം ഈ സാമ്പിൾ എവിടെയാണ് പുറത്താണെങ്കിൽ നമ്മൾ പറയാതെ എന്താണ്, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് പറയും. ഇനി അഥവാ അങ്ങനെ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ എല്ലാവരും എന്താണ്, ഈ റേഞ്ചിന്റെ അകത്താണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്, അത് അണ്ടർ കൺട്രോൾ ആണ് എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ കൺട്രോൾ ചാർട്ട്സിന് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വേരിയബിൾസിന്റെ കേസുണ്ട്, മറ്റൊന്ന് എന്താ ആട്രിബ്യൂട്ട്സിന്റെ കേസുണ്ട്. വേരിയബിൾസ് നമുക്കറിയാം എന്താണ്, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അതെന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അവിടെ നമുക്ക് നമ്പർ, അതായത് ന്യൂമറിക്കലി നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. So control charts can be used to monitor any characteristic of a product. So ഏത് ക്യാരക്ടറിസ്റ്റിക് യൂസ് ചെയ്യാനും നമുക്ക് എന്താണ്, കൺട്രോൾ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ക്യാരക്ടേഴ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസിന്റെ കേസിൽ നമുക്ക് രണ്ട് ചാർട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആർ ചാർട്ട്, അതായത് റേഞ്ച് ചാർട്ടും, ഒന്ന് പഠിക്കാനുള്ളത് ഒന്ന് റേഞ്ച് ചാർട്ടും, മറ്റൊന്ന് മീൻ ചാർട്ടുമാണ്. മറ്റൊന്ന് ഏതാണ്, മീൻ ചാർട്ട്. സോ മീൻ ചാർട്ടും റേഞ്ച് ചാർട്ടും ആണ് എന്ത്, നമുക്ക് വേരിയബിൾസിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി മീൻ ചാർട്ട് എന്ന് വെച്ചാൽ സെൻട്രൽ ടെൻഡൻസി, നമ്മളെ എത്രത്തോളം ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതായത് ഈ സാമ്പിൾ പോയിന്റ്സ് ഒക്കെ ഈ സെൻട്രൽ ലൈൻ എത്ര അടുത്തായിട്ടാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഇനി റേഞ്ച് ചാർട്ട് എന്ന് വെച്ചാലും അത് എത്ര വേരിയേഷൻ, എത്രത്തോളം വിട്ടുവിട്ടിട്ടാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ എന്താണ്, നമ്മൾ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ എക്സാമിൽ പഠിച്ചിട്ടുണ്ടോ, യെസ് അല്ലെങ്കിൽ നോ, പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇനി ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, യെസ് ഓർ നോ. ടേസ്റ്റ്, ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, സ്മെല്ല്, നല്ല സ്മെല്ലാണോ മോശം സ്മെല്ലാണോ, ഇത്തരത്തിൽ എങ്ങനെയാണ് യെസ് ഓർ നോ വരുന്ന ഒക്കെ എന്താണ്, അത് ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി കൺട്രോൾ ചാർട്ട് ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് നമ്മളോട് യൂസ് ചെയ്യുന്നത്, അത് NP ചാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ P ചാർട്ട് ഉണ്ട്. വി ക്യാൻ കൗണ്ട് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ എ ലോട്ട് ഓഫ് ഐറ്റംസ്. ദ ചാർട്ട്സ് യൂസ് ടു മോണിറ്റർ ദീസ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആർ NP ചാർട്ട് ആൻഡ് P ചാർട്ട്. സോ ഇവിടെ NP ചാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ P ചാർട്ടാണ് നമുക്കുള്ളത്. സോ നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത് ആകെ NP ചാർട്ട് മാത്രമാണ്. 3 ചാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ X ബാർ ചാർട്ട്, പിന്നെ റേഞ്ച് ചാർട്ട്, മൂന്നാമത്തത് NP ചാർട്ട്. ഈ 3 ചാർട്ടാണ് ഈ വർഷം നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൂ. സോ കൺസ്ട്രക്ഷൻ ഓഫ് കൺട്രോൾ ചാർട്ട്, എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ? സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ അതിന്റെ മീൻ വാല്യൂ ആയിരിക്കും. ഇനി അതിൽ നിന്ന് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പർ കൺട്രോൾ ലിമിറ്റും, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ലോവർ കൺട്രോൾ ലിമിറ്റ് ആയിരിക്കും. സോ അത് നമ്മുടെ ഒരു മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് എന്താണ് സെൻട്രൽ ലൈൻ, റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് അപ്പർ കൺട്രോൾ ലിമിറ്റും, അതേപോലെ തന്നെ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ലോവർ കൺട്രോൾ ലിമിറ്റും ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു നമുക്ക് 2 ചാർട്ടുകളാണുള്ളത്. ഒന്ന് X ബാർ ചാർട്ടും അതേപോലെ തന്നെ പറഞ്ഞാൽ എന്താണ് R ചാർട്ടും ആണുള്ളത്. സോ X ബാർ ചാർട്ട് കാണാൻ, നമ്മളുടെ കൺട്രോൾ ലിമിറ്റ് കാണാൻ, കൺട്രോൾ ലൈന് കാണാൻ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഓരോ സാമ്പിളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ സാമ്പിൾസ് എന്തൊക്കെയാണ്, എൻ്റെ സാമ്പിൾസ് എന്ന് പറയുന്നത് X1, X2 എക്സെട്ര XM. ഇനി സാമ്പിൾ മീനുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, സാമ്പിൾ മീൻ X1ന്റെ മീൻ, അപ്പം എന്തായിരിക്കും X1 ബാർ, X2ന്റെ മീൻ, അതേപോലെ തന്നെ അതാണ് XMന്റെ മീൻ. ഈ സാമ്പിൾ മീനുകളെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ M. എന്താ, നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്, സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. മീൻ ചാർട്ട് is often referred to as X bar chart. അത് നമ്മൾ X bar chart എന്ന് വിളിക്കും. അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെടുക്കണം, നമ്മൾ മൾട്ടിപ്പിൾ സാമ്പിൾസ് എടുക്കണം ആൻഡ് കമ്പ്യൂട്ട് ദിയർ മീൻസ്. ദീസ് സാമ്പിൾസ് ആർ സ്മോൾ, about 4 or 5 ഒബ്സർവേഷൻ. ഈ സാമ്പിൾ ചിലപ്പം ചെറുതായിരിക്കും, അപ്പോൾ 4 or 5 ഒബ്സർവേഷൻ ഒക്കെ ചിലപ്പം ഓരോ സാമ്പിൾ. നമ്മളിപ്പം ഞാൻ പറഞ്ഞ ജ്യൂസ്, ഇപ്പോൾ 10 മണിക്ക് ഞാൻ 4 കുപ്പി എടുത്തു, 11 മണിക്ക് ഞാൻ 4 കുപ്പി എടുത്തു. സോ 4 എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര എണ്ണം ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കാം. ഇനി ഈച്ച് സാമ്പിൾ ഹാസ് ഇറ്റ്സ് ഓൺ മീൻ. ദ സാമ്പിൾ മീൻ ഇസ് ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. M എന്ന് പറയുന്ന നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. M is equal to number of
സാമ്പിൾസ്. സോ എൻ്റെ കയ്യിൽ 10 സാമ്പിൾസ് ആണെങ്കിൽ 10 മീൻ വാല്യൂസ് ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി സെൻറ്റർ ലൈൻ നമ്മളെ നടുക്കിൽ വരുന്ന ലൈൻ. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഡബിൾ ബാർ എന്നാണ് നമ്മളിതിന് ഡിനോട്ട് ചെയ്യുന്നത്. കൺട്രോൾ ലൈനെ നമ്മളെ സെൻറ്റർ ലൈനെ നമ്മൾ എക്സ് ഡബിൾ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പർ കൺട്രോൾ ലിമിറ്റിനെ നമ്മൾ എക്സ് ഡബിൾ ബാർ പ്ലസ് എ ടു ആർ ബാർ. ഇനി മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലോവർ കൺട്രോൾ ലിമിറ്റ്. സോ എക്സ് ഡബിൾ ബാർ പ്ലസ് എ ടു ആർ ബാർ. സോ നമ്മളെ കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇതാണ് എൻ്റെ സെൻറ്റർ ലൈൻ, ഇതാണ് എൻ്റെ എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത്. ഇനി ഇതാണ് എൻ്റെ അപ്പർ കൺട്രോൾ ലൈൻ, ഇതാണ് എൻ്റെ ലോവർ കൺട്രോൾ ലൈൻ. ഇതാണ് എൻ്റെ അപ്പർ കൺട്രോൾ ലൈൻ ആൻഡ് ഇതാണ് ലോവർ കൺട്രോൾ ലൈൻ. ഇവിടെ അപ്പർ കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ കൺട്രോൾ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? അതാണ് എക്സ് ബാർ പ്ലസ് എക്സ് ഡബിൾ ബാർ പ്ലസ് that is equal to x double bar plus a to r bar. ഇവിടെ ലോവർ കൺട്രോൾ ലിമിറ്റ് എന്താണ്? എക്സ് ഡബിൾ ബാർ മൈനസ് എ ടു ആർ ബാർ. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഫ്രീ ആണ്, കാരണം പ്ലസും മൈനസ് ആക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതെന്താണ്? സെൻറ്റർ ലൈനാണ്. ഇനി ആർ ബാർ എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ആണ്, ഒരു സാമ്പിളിൻ്റെ അകത്ത് വരുന്ന റേഞ്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അങ്ങനെയാണ് എൻ്റെ റേഞ്ച് എന്താണ്? 4 - 1 ദാറ്റ് ഈസ് ഈക്വൾ ടു 3 ആയിരിക്കും. ഇനി എൻ്റെ വരുന്നത് 2 7 2765. സോ ഇവിടെ വരുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 5 ആയിരിക്കേണ്ട റേഞ്ച് എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് റേഞ്ച് നമ്മൾ കാണാം. സോ ഓരോ സാമ്പിളിൻ്റെ എന്താണ്? റേഞ്ച് വാല്യൂ നമ്മൾ കാണും. ആ റേഞ്ച് വാല്യൂൻ്റെ എന്താണ്? മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? നമ്മളുടെ ആർ ബാർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മിസ്സേ A2 ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? A2 ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? A2 വരുന്നത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചാർട്ടിൽ നിന്നാണ്. സോ ഇവിടെ കൺട്രോൾ ചാർട്ടിൽ നിന്നാണ് A2 കിട്ടുന്നത്. ഇവിടെ സാമ്പിൾ സൈസ് നമ്മളിപ്പോൾ എടുത്തു 4 കുപ്പിയാണ്. സോ 10 മണിക്ക് ഞാൻ 4 കുപ്പി എടുത്തു, 11 മണിക്ക് 4 കുപ്പി എടുത്തു. സോ എൻ്റെ സാമ്പിളിൻ്റെ സൈസ് വരുന്നത് എത്ര? ഓരോ സാമ്പിൾ എത്രയാണ്? 4 ആണ് സൈസ് വരുന്നത്. സോ എൻ്റെ A2 എന്തായിരിക്കും? ഇവിടെ 4 നോക്കുക, സാമ്പിൾ സൈസ് 4 നോക്കുക. A2 വരുന്നത് എന്താണ്? 0.729. So x double bar plus 0.729 into r bar, x double bar minus 0.729 into r bar. അത്രയേ ഉള്ളൂ. ഈ ഒരു ടേബിളിൽ നമുക്ക് A2 കിട്ടും. ഇനി D3 D4 നമുക്ക് ആവശ്യമുണ്ട്. എവിടെ? റേഞ്ച് ചാർട്ട് കാണാൻ വേണ്ടി D3 D4 നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ഇതാണ് നമ്മളുടെ എക്സ് ബാർ ചാർട്ട് കാണണമെങ്കിൽ നമുക്ക് ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി റേഞ്ച് ചാർട്ട് കാണണമെങ്കിലോ, റേഞ്ച് ചാർട്ടിനെ നമ്മൾ ആർ ചാർട്ട് എന്നും പറയാറുണ്ട്. It is used to monitor changes in the dispersion of a process. സോ എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ച് ചാർട്ട് കാണുന്നത്. ഇതിൻ്റെ സെൻറ്റർ ലൈൻ കാണാൻ വേണ്ടി കാണേണ്ട എന്താണ്? ആർ ബാർ ആണ്, റേഞ്ച് ആണല്ലോ. സോ ആർ ബാർ നേരത്തെ കണ്ട പോലെ തന്നെ ആർ ബാർ ഓരോന്നിൻ്റെയും റേഞ്ചസ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ എം എന്ന് പറയുന്ന നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. M is equal to number of samples ആണ്. സോ ഇതാണ് എൻ്റെ കൺട്രോൾ ലൈൻ, എൻ്റെ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D4 ആർ ബാറും ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D3 ആർ ബാറും ആണ്. സോ D4 D3. ഇനി ഈ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റിനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് പറയും. ഇതെന്താണ്? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇതും എന്ത് തന്നെയാണ്? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ എൻ്റെ ചാർട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമ്മളെ സെൻറ്റർ ലൈൻ ഉണ്ട്. ഇതാണ് എൻ്റെ സെൻറ്റർ ലൈൻ, ഇതാണ് എൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഇതാണ് എൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റ്. സോ സെൻറ്റർ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ബാർ. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് ആണ് വരുന്നത് D4 ആർ ബാർ ആണ്. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് D3 ആർ ബാർ ആണ്. സോ ഇത്തരത്തിലായിരിക്കും നമ്മളുടെ ചാർട്ട് ഉണ്ടായിരിക്കുക. സോ ഇവിടെ ഈ സാമ്പിൾസ് എല്ലാം ഈ ഒരു റേഞ്ചിന് അകത്താണെങ്കിൽ നമ്മൾ പറയും അണ്ടർ കൺട്രോൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. സോ ഇത്തരത്തിലായിരിക്കും നമ്മളുടെ വാല്യൂസ് ഉണ്ടായിരിക്കുക. ഇതാണെങ്കിൽ എന്താണ്? അണ്ടർ കൺട്രോൾ ആണെന്ന് പറയും. ഇനി അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്? അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് നമ്മൾ പറയും. സോ ഇതാണ് നമ്മളുടെ എക്സ് ബാർ ചാർട്ട്, അതേപോലെ തന്നെ ആർ ചാർട്ട്. ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്, സോ D3 D4 ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടും. ഇനി നോക്കാൻ വേണ്ടിയുള്ളത് NP ചാർട്ടാണ്. ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണ് നമുക്ക് NP ചാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്. P ചാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കൺട്രോൾ ചാർട്ട് ഫോർ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്. ആൻഡ് ഒരു C ചാർട്ട് കൂടി ഉണ്ട്, വെൻ ആട്രിബ്യൂട്ട്സ് ആർ ജഡ്ജ് ബൈ നമ്പർ ഓഫ് ഡിഫക്ട്സ്. ഇതിന് നമ്മൾ
കൺഫോർമിംഗ് ഐറ്റം, നോൺ കൺഫോർമിംഗ് ഐറ്റം എന്നുകൂടെ നമ്മൾ ഈ ഡിഫക്റ്റീവ് ഐറ്റത്തിനെ നോൺ കൺഫോർമിംഗ് ഐറ്റം എന്നുകൂടെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. സോ ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫ് NP ചാർട്ടാണ്. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്? P റിപ്രസെന്റ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ്. പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് ആണെന്ത് ഇവിടെ P എന്ന് പറയുന്നത്. സോ PI is equal to DI/N. സോ PI എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് ആണ്. അങ്ങനെ D എന്ന് പറയുന്നത് എന്താണ്? അത് ഡിഫക്റ്റീവ്സിന്റെ കൗണ്ട് ആണ്. ആൻഡ് N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഐറ്റംസ്. സോ M എന്ന് പറയുന്നത് നമ്മുടെ സബ് ഗ്രൂപ്പ്സ്. നമ്മൾ ഒരു 10 സാമ്പിൾ എടുത്തു. ഓരോ സാമ്പിളിനകത്തും 10 സാമ്പിളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു സാമ്പിളിൻ്റെ അകത്ത് ചിലപ്പോൾ 4 ഒബ്സർവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ N എന്ന് പറയുന്നത് എന്താണ്? ഈ സാമ്പിളിന്റെ അകത്തുള്ള ആളുടെ എണ്ണം. M എന്ന് പറയുന്നത് എന്താണ്? എത്ര സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു സാമ്പിളിൽ എത്ര ആൾക്കാരുണ്ട്. സോ കൺട്രോൾ നമ്മളെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് NP ബാർ ആണ്. സെൻട്രൽ ലൈൻ വരുന്നത് NP ബാർ ആണ്. ഇനി ഇവിടെ P ബാർ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഇവിടെ നമുക്ക് എന്താ P ബാർ ഉണ്ട്. P എന്ന് വെച്ചാൽ എന്താണ്? P എന്ന് വെച്ചാൽ നമുക്കറിയാം PI is equal to DI/N ആണ്, ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ P ബാർ എന്ന് വെച്ചാൽ P1 + P2 etc/M. M ആണ് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ P1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് D1/N ആണല്ലോ. ഇനി P2 എന്ന് പറഞ്ഞാലോ അത് D2/N ആണ്. സോ അങ്ങനെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. ഡിനോമിനേറ്റർ എല്ലാവർക്കും എന്താണ്? N ആണ് വരുന്നത്. സോ നമുക്ക് എന്താക്കാം? അവിടെ നമ്മൾ താഴേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ MN D1 + D2 + etc. DM തന്നിരിക്കുന്ന ഡിഫക്ട്സ് എത്രയാണെന്ന് നോക്കുക. ഡിഫക്റ്റീവ്സ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്മളെ M എന്ന് പറയുന്നത് എന്താണ്? M is equal to number of samples ആണ്. നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. ആൻഡ് N എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പിളിൽ എത്ര ആൾക്കാരുണ്ട്. സാമ്പിൾ സൈസ് ആണ് എന്ത്? N എന്ന് പറയുന്നത്. സാമ്പിൾ സൈസ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ സാമ്പിൾ. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് in a sample. ഇതാണ് എന്ത്? നമ്മളെ P ബാർ എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് NP ബാർ + 3 × NP Q ബാർ. Q ബാർ എങ്ങനെയായിരിക്കും കിട്ടുക? Q ബാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - P ബാർ ആയിരിക്കും. ഈ നെക്സ്റ്റ് LCL അതായത് ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് NP ബാർ - √NPQ ബാർ. ഇതാണ് എന്ത്? നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ എന്തൊക്കെയാണ്? അതിന്റെ യൂസസ് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും, കസ്റ്റമർ റിലേഷൻഷിപ്പ് നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? അവിടെ കൂടി വരും. നമുക്കൊരു കമ്പനി എടുത്ത് വിശ്വാസം വരും. പിന്നെ കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഷോപ്പ് ചെയ്യുന്നുണ്ടാവല്ലോ. സോ ഇതൊക്കെ എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി കൺട്രോൾ സഹായിക്കും. കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നമ്പർ ഓഫ് റിജക്ട്സ് ആൻഡ് സേവ്സ് റെഡ്യൂസസ് നമ്പർ ഓഫ് റിജക്ട്സ് ആൻഡ് സേവ്സ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ക്വാളിറ്റി കൺട്രോൾ ചെക്ക് നടത്തുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല പ്രോഡക്റ്റ്സ് ഇറക്കാൻ വേണ്ടി പറ്റും. ഇനി മോശം പ്രോഡക്റ്റ് ആണ് വരുത്തുന്നതെങ്കിൽ അതെന്താണ്? ചിലപ്പോൾ ആ കംപ്ലീറ്റ് ആ ബാച്ച് തന്നെ ഡിലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് നടത്തുന്ന ഒരാളാണെങ്കിലോ അപ്പോൾ എനിക്ക് നല്ല പ്രോഡക്ട്സ് തന്നെ എപ്പോഴും എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. It provides basis for attainable specification and it estimates the process capability. ഇതൊക്കെയാണ് നമ്മുടെ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചേ. ഓക്കെ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളും അതേപോലെ തന്നെ റാൻഡം വേരിയബിൾസും. അതിൽ കുറച്ച് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ എൻഡ് ഗെയിം ബാച്ചിലർ സ്റ്റുഡൻസിനോടാണ് കൃത്യം 8:30 തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആപ്പ് ലൈവ്. സോ ആ സമയത്തേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സിന് ശേഷം എല്ലാവരും വേഗം തന്നെ റെഡി ആയിട്ട് നമ്മൾ ആപ്പിലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ PYQ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ 2 ചാപ്റ്ററിൽ വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.